എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SSLCയിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ, അപ്പോൾ അതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ പറയാൻ പോണ കാര്യം ആദ്യം, ദ നോബൽ പ്രൈസ് ഓഫ് 2020 ഇൻ കെമിസ്ട്രി വാസ് ഷെയർഡ് ബൈ ഇമ്മാനുവൽ കാർപ്പൻറ്റയർ ആൻഡ് ജെന്നിഫർ ഡൗണി. രണ്ട് പേരുകൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവാ. ഇമ്മാനുവൽ കാർപ്പൻറ്റയറും ജെന്നിഫർ ഡൗണി. ഇമ്മാനുവൽ കാർപ്പൻറ്റയർ, ജെന്നിഫർ ഡൗണി. ഇവർക്ക് എന്തിനാ ജീൻ എഡിറ്റിങ്ങിൽ ഇവരുടെ കോൺട്രിബ്യൂഷനായിട്ട് ഇവർക്ക് എന്ത് കിട്ടുക? നോബൽ പ്രൈസ് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം, എന്താ ജീൻ എഡിറ്റിങ്ങിൻ്റെ പേര്, ആ ടെക്നോളജിയുടെ പേര് CRISPR-Cas9. നമ്മൾ നേരെ താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോകുമ്പോൾ നോക്കിയേ, ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ് അത് എന്തിനു വേണ്ടിയുള്ളതാണ്? അവർ ഈ പറഞ്ഞ ഡിസീസ് തെറാപ്പി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞ CRISPR-Cas9 എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. It can be also be used to develop crops that എങ്ങനെയുള്ള വിളകളാണ് ആർ റെസിസ്റ്റൻറ്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അതായത് എന്താ, രോഗങ്ങളെയൊക്കെ തടയുന്ന ഈ പറഞ്ഞ വിളകളെ നിർമ്മിച്ചെടുക്കാനായിട്ട് ഈ പറഞ്ഞ ജീൻ എഡിറ്റിംഗ് കൊണ്ട് സഹായിക്കും. നേരെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗം നോക്കിയേ, നമുക്ക് സെല്ല് തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് നമ്മുടെ സെല്ലിനെയാണ്. അതുപോലെ സെല്ലിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ക്രോമസോം ഉണ്ട്. ക്രോമസോമിൻ്റെ ഉള്ളിലാണ് DNA വരണേ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കണേ. നോക്കിയേ, സെല്ല്, ന്യൂക്ലിയസ്, ക്രോമസോം, അത് കഴിഞ്ഞ് DNA. സെല്ല്, ന്യൂക്ലിയസ്, ക്രോമസോം, DNA. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? DNA കണ്ടുപിടിച്ചവരെ പറ്റി പഠിക്കാനായിട്ട് പോവുക. DNA കണ്ടുപിടിച്ച ആരൊക്കെ നോക്കിയേ? ഫ്രാൻസിസ് ക്രിക്ക് ഹാഡ് പ്രസൻറ്റഡ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ എന്ത് മോഡൽ മുന്നോട്ട് വയ്ക്കുക? ചുറ്റുകോവണി മാതൃക മുന്നോട്ട് വയ്ക്കുക. ആരൊക്കെയാ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ എന്ത് മാതൃക മുന്നോട്ട് വയ്ക്കുക? ചുറ്റുകോവണി മാതൃക മുന്നോട്ട് വയ്ക്കുക. നേരെ നോക്കിയാടാ. പിന്നെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദേ പ്രപ്പോസ് ദ സ്ട്രക്ചർ ഓഫ് DNA ബേസ്ഡ് ഓൺ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ്. എന്തുമായിട്ടാണ് ഈ പറഞ്ഞ ചുറ്റുകോവണി മാതൃക മുന്നോട്ട് വയ്ക്കണേ? ഈ പറഞ്ഞ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ മോറിസ് വിൽക്കിൻസും കൂടെ ചേർന്ന് നടത്തിയ എക്സ്റേ പരീക്ഷണങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ DNA കണ്ടുപിടുത്തത്തിൽ നയിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളവരെ മൊത്തം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് തുടങ്ങാം. ആരൊക്കെ നോക്കി? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. എന്താ മോഡലിൻ്റെ പേര്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. പിന്നെ നേരെ പോയി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. ആരൊക്കെ ചേർന്നിട്ടാ? റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ്. പിന്നെ നേരെ പോയി അവരെടുത്ത ആ ഒരു ഫോട്ടോയുടെ പേരെന്താ നോക്കിയേ? ഫോട്ടോ 51. എന്തെന്ന്, ഈ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനാണ് ഈ പറഞ്ഞ ഫോട്ടോ 51 എടുത്തത്. പിന്നെ നേരെ ഇയാൾ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ 37ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? മരിച്ചുപോയി, 1958. പിന്നീട് ഈ പറഞ്ഞവർക്കൊക്കെയാണ്, ഫ്രാൻസിസ് ക്രിക്കിനും പിന്നെ അതുപോലെ ബാക്കിയുള്ള ആൾക്കാർ മോറിസ് വിൽക്കിൻസിനും ജെയിംസ് വാട്സനൊക്കെ ആയിട്ട് എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി 1962. 1962 ഈ പറഞ്ഞ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൂടെ എന്ത് കിട്ടുക? നോബൽ പ്രൈസ് കിട്ടുക. നമുക്കൊന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കിയാൽ ഞാൻ ഈ മാർക്ക് ചെയ്ത് മാത്രം നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ആദ്യം ജെയിംസ് വാട്സണും പിന്നെ അതുപോലെ മോറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്കും കൂടെ വന്നു. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ വന്നു. അവരെന്ത് മുന്നോട്ട് വെച്ചു? ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുകോവണി മാതൃക മുന്നോട്ട് വെച്ചു. കൂടാതെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും പിന്നെ അതുപോലെ മോറിസ് വിൽക്കിൻസും കൂടെ എന്താ ഈ പറഞ്ഞ എക്സ്റേ പരീക്ഷണങ്ങൾ കൂടെ അവരെന്ത് ചെയ്യുക? DNA ചിത്രം എടുത്തു. ചിത്രത്തിൻ്റെ പേര് ഫോട്ടോ 51. അതിനുശേഷം റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ മരിച്ചുപോയി 1958.
ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആരൊക്കെയാ? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ്. ഇവർക്ക് എല്ലാവർക്കും കൂടെ 1962 ഈ പറഞ്ഞ DNA കണ്ടുപിടിച്ചതിന് എന്ത് കിട്ടി? നോബൽ സമ്മാനം കിട്ടി. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഞാൻ ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക്. നമ്മൾ പഠിക്കാൻ പോണത് നേരെ DNA സ്ട്രക്ചർ പഠിക്കാൻ പോവാം. DNA എന്തൊക്കെയുണ്ട് നോക്കിയാടാ. ഒരു റങ്സ് ഈ പറഞ്ഞ വളയം പോലെ കാണപ്പെടുന്നില്ലേ, ഈ വളയം പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? റങ്സ് എന്ന് വിളിച്ചത്. ഈ വളയം പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് റങ്സ് വിളിച്ചത്. ഈ പടികളില്ലേ, ഈ പടികളെയാണ് എന്ത് പേര് വിളിച്ചത്? ഈ പടികളെയാണ് എന്ത് പേര് വിളിച്ചത്? റങ്സ് എന്ന് വിളിച്ചത്. ഈ പടികളെയാണ് എന്ത് പേര് വിളിച്ചത്? റങ്സ് എന്ന് വിളിച്ചത്. സ്ട്രാൻഡ്സ് വെച്ചാൽ എന്താ? സ്ട്രാൻഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഈ പറഞ്ഞ ഇഴകൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള വളഞ്ഞ് കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്ട്രാൻഡ്സ് എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ സ്ട്രാൻഡ്സ്. ശരി, നേരെ പടികളെ നോക്കി, റങ്സ് ഏതാ നോക്കി. ഈ പറഞ്ഞ നേരെ കോണിപ്പടി പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? റങ്സ് എന്ന് വിളിച്ചത്. നോക്കിയാടാ, ഇനി ഞാൻ ആദ്യം പറയാൻ പോണത് നമുക്കൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാനായിട്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൽ അഡിനിൻ തൈമിനുമായിട്ടും ജോഡി ചേരും, അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും ജോഡി ചേരും. അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും. നമ്മൾ എന്ത് പഠിച്ചു? നൈട്രജൻ ബേസുകൾ പഠിച്ചു. നൈട്രജൻ ബേസുകൾ എവിടെയാണ് കാണപ്പെടുക? റങ്സിലാണ് കാണപ്പെടുക. റങ്സ് എങ്ങനെ ഉണ്ടാവുക? പെയറിങ് ഓഫ് നൈട്രജൻ ബേസ്, അല്ലെങ്കിൽ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നിട്ടാണ് ഈ പറഞ്ഞ റങ്സ് ഉണ്ടാവുക. നേരെ സ്ട്രാൻഡ്സ് നോക്കുക. സ്ട്രാൻഡ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കി. ഷുഗറും പിന്നെ അതുപോലെ ഫോസ്ഫേറ്റും. ഷുഗറും ഫോസ്ഫേറ്റും. അപ്പോൾ നമുക്ക് ഷുഗർ എന്താണെന്ന് അറിയണം, ഫോസ്ഫേറ്റ് എന്താണെന്ന് അറിയണം. ഷുഗർ എന്താണെന്ന് അറിയണം, ഫോസ്ഫേറ്റ് എന്താണെന്ന് അറിയണം. രണ്ടിനെയും ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഈ പറഞ്ഞ പെൻഡഗൺ ഷേപ്പിൽ, പഞ്ചഭുജത്തിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഷുഗർ മോളിക്കൂൾ. എത്ര കാർബണാണ് ഉണ്ടാവുക? 5 കാർബൺ ഷുഗർ ആയിരിക്കും ഉണ്ടാവുക. 5 കാർബൺ പഞ്ചസാര തന്മാത്ര ആയിരിക്കും ഉണ്ടാവുക. 5 കാർബൺ പഞ്ചസാര തന്മാത്ര. പിന്നെ ഫോസ്ഫേറ്റ് നോക്കിയാടാ, ഈ പറഞ്ഞ ഈ നൈട്രജൻ ബേസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂക്ലിയോറ്റൈഡ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ന്യൂക്ലിയോറ്റൈഡ് എന്താണെന്ന് അറിയണം. ന്യൂക്ലിയോറ്റൈഡ് എന്താണെന്ന് അറിയണം. ഈ പറഞ്ഞ ഫോസ്ഫേറ്റും ഈ പറഞ്ഞ പഞ്ചസാരയും ഈ പറഞ്ഞ നൈട്രജൻ ബേസും ആരൊക്കെയാ? ഫോസ്ഫേറ്റ്, പഞ്ചസാര, നൈട്രജൻ ബേസ്. ഫോസ്ഫേറ്റ്, പഞ്ചസാര, നൈട്രജൻ ബേസ്. ഇവർ 3 പേരും കൂടി ചേർന്നതാണ് ന്യൂക്ലിയോറ്റൈഡ്. ഇത് തന്നെയാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA എന്നും പറയാം, ന്യൂക്ലിയോറ്റൈഡ്. ഈ ന്യൂക്ലിയോറ്റൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഈ ഫോസ്ഫേറ്റ്. ഇങ്ങോട്ട് നോക്കിയാടാ, നമുക്ക് ആ വട്ടത്തെ ഒന്ന് എടുത്ത് നോക്കി നോക്കാം. ഈ വട്ടത്തെ എടുക്കുക. നോക്കിയേ, ഈ വട്ടം എന്താ ചെയ്യണേ? ഈ വട്ടം ഇവിടെ എന്താ ചെയ്യണത് നോക്കി. ഇവിടെ പരസ്പരം കണക്ട് ചെയ്തേക്കണേ. ഇതിനെ കണക്ട് ചെയ്തേക്കണു, ഇതിനെ കണക്ട് ചെയ്തേക്കണു, അല്ലേ? ശരിയല്ലേ? അങ്ങനെ കണക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? ഫോസ്ഫേറ്റ് എന്ന് വിളിച്ചത്. കണക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോറ്റൈഡ് ടുഗദർ. 2 ന്യൂക്ലിയോറ്റൈഡുകളെ ഒരുമിച്ച് ചേർക്കുന്ന ആളാണ് ആര്? ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് നോക്കിയാൽ നൈട്രജൻ ബേസ് കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്. എങ്ങനെയുള്ള സ്വഭാവം? ആൽക്കലി സ്വഭാവമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? നൈട്രജൻ ബേസ് എന്ന് വിളിച്ചത്. പിന്നെ നേരെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ വർക്ക്ഷീറ്റൊക്കെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കിയാലോ? വർക്ക്ഷീറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കി. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. എത്ര ഇഴകളാണുള്ളത്? 2 ഇഴകളാണുള്ളത്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ആരൊക്കെയാണ്? ഫോസ്ഫേറ്റും ഷുഗർ മോളിക്യൂളും. അതുപോലെ മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്. ആരൊക്കെയാ? പെയറിങ് ഓഫ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസുകൾ പെയറായിട്ടാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ റങ്സ് അല്ലെങ്കിൽ പടികൾ ഉണ്ടാവുക. നൈട്രജൻ ബേസ്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ATG സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അടുത്ത് നോക്കിയാടാ, ഫോർമേഷൻ ഓഫ് റങ്സ് ഉണ്ടാവണത് എങ്ങനെയാണ് നോക്കി. റങ്സ് എങ്ങനെയാണ്? ഈ പറഞ്ഞ നൈട്രജൻ ബേസുകൾ പെയറായിട്ടാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ റങ്സ് ഉണ്ടാവുക. മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ്. ആരൊക്കെയാണ് കൂടി ചേരുക? അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ട് കൂടി ചേരും. മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയേറ്റഡ് ആരൊക്കെയാ? ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂള്, നൈട്രജൻ ബേസ്. ആരൊക്കെയാ? ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂള്, നൈട്രജൻ ബേസ്. എളുപ്പമാണ്. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ക്രോമസോം. ഇനി പറയാൻ പോണതാണ് ക്രോമസോം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചിത്രം നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്യാം. ആദ്യം
ഹിസ്റ്റോൺ പ്രോട്ടീൻ മാർക്ക് ചെയ്തു, ഹിസ്റ്റോൺ ഒപ്റ്റാമർ മാർക്ക് ചെയ്തു, തൊട്ട് താഴെ ന്യൂക്ലിയോസോം മാർക്ക് ചെയ്തു, തൊട്ട് താഴെ സെൻട്രോമിയർ മാർക്ക് ചെയ്തു, തൊട്ട് താഴെ ക്രോമാറ്റിഡ്, ലാസ്റ്റ് വൺ ക്രോമസോം. ഇനി പറയാൻ പോണത് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം പറയാൻ പോണത് ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, ക്രോമസോമിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. എന്താ പേര്? ഹിസ്റ്റോൺ പ്രോട്ടീൻ. 8 ഹിസ്റ്റോൺ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹിസ്റ്റോൺ ഒപ്റ്റാമർ ആകും. നോക്കിയാടാ, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. 8 ഹിസ്റ്റോൺ കൂടി ചേർന്നപ്പോൾ ഹിസ്റ്റോൺ ഒപ്റ്റാമർ. ഇവിടെ എന്തോ വലയം ചെയ്തിട്ടുണ്ടല്ലോ. ആരെയാണ് കവർ ചെയ്തേക്കണേ? DNA വെച്ച് കവർ ചെയ്തേക്കണേ. ഇങ്ങനെ DNA വെച്ച് ഈ പറഞ്ഞ ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താടാ? ന്യൂക്ലിയോസോം. അങ്ങനെ ന്യൂക്ലിയോസോം ഉണ്ടായി. നേരെ ഈ ന്യൂക്ലിയോസോം എന്ത് ചെയ്തു? കൂടിച്ചേർന്ന് പിന്നീട് ക്രൊമാറ്റിഡ് ആയിട്ട് മാറി. ന്യൂക്ലിയോസോം പിന്നീട് നോക്കി ക്രൊമാറ്റിഡ് ആയിട്ട് മാറി. ഈ ക്രൊമാറ്റിഡുകളെ ആര് വഴി കണക്ട് ചെയ്യുക? സെൻട്രോമിയർ വഴി കണക്ട് ചെയ്യുക, സെൻട്രോമിയർ വഴി ബന്ധിപ്പിക്കുക. അവസാനം എന്തായിട്ട് മാറി? ക്രോമസോമായിട്ട് മാറി. ഇനി നമുക്ക് വേണമെങ്കിൽ അത് വായിച്ചു നോക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിലും പറയണത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പിടികിട്ടും. ശരി, ഞാനത് വായിക്കണില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിലും കൊടുത്തേക്കുന്നത്. നേരെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. നോക്കിയാടാ, ഹ്യൂമൻ ക്രോമസോമിനെ രണ്ടായിട്ട് തിരിക്കേണ്ടത് ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമും, സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമും. ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമും, സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകളും. ആദ്യം സൊമാറ്റിക് ക്രോമസോം എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരെണ്ണം മാതാവെന്നും ഒരെണ്ണം പിതാവെന്നും. അപ്പോൾ അച്ഛൻ്റെന്നും അമ്മയുടെന്നും ഓരോന്ന് വീതം ലഭിക്കുന്ന ക്രോമസോമുകളാണ് ഏത്? സ്വരൂപ ക്രോമസോമുകൾ. അതുപോലെ നമ്മുടെ ശാരീരിക സവിശേഷതകളും കാര്യങ്ങളൊക്കെ, ഫിസിക്കൽ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ സൊമാറ്റിക് ക്രോമസോമിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അതുപോലെ 22 ജോഡിയാണ് ഇതുള്ളത്, സൊമാറ്റിക് ക്രോമസോമുള്ളത്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഒരെണ്ണം അമ്മയുടേന്നും ഒരെണ്ണം അച്ഛൻ്റെന്നും നമ്മുടെ സ്വഭാവ സവിശേഷതകൾ തീരുമാനിക്കും. 22 ജോഡി ക്രോമസോമുകളാണുള്ളത്. പിന്നെ നമുക്ക് നേരെ എന്ത് ചെയ്യാം? സെക്സ് ക്രോമസോമിക്ക് പോവാം. ദീസ് ആർ ക്രോമസോം വിച്ച് ആർ ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. ആൺകുട്ടിയെന്നും പെൺകുട്ടിയെന്നും തീരുമാനിക്കുന്ന ക്രോമസോമാണ് ആര്? സെക്സ് ക്രോമസോം. ഒരെണ്ണം എക്സും ഉണ്ട്, ഒരെണ്ണം വൈയും ഉണ്ട്. വൈയിനേക്കാളും വലുതാണ് ആര്? എക്സ്. പിന്നെ അതുപോലെ ഈ വൈ ക്രോമസോമിലെ SRY ജീനാണ് എന്ത്? ഈ നമ്മുടെ ഈ വയറ്റിലിരിക്കുന്ന ചെറിയ കുഞ്ഞായ ഫ്യൂട്ടസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ പ്രശ്നങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുന്ന ഏതാ? ഈ പറഞ്ഞ വൈ ക്രോമസോമിലെ SRY ജീനാണ്. അതാണ് എന്തിലും പറയണേ, ടെക്സ്റ്റിലും പറയണേ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പം. നമ്മൾ ആൺകുട്ടിയെന്നും പെൺകുട്ടിയെന്നും തീരുമാനിക്കുന്ന ക്രോമസോമാണ് ആര്? ഈ പറഞ്ഞ വൈ ക്രോമസോം, എക്സ് ക്രോമസോം. 2 എക്സ് ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയും, എക്സും വൈ ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി. എക്സും വൈ ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി, എക്സും ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി. എക്സും വൈ ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി, എക്സും ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി. നമുക്ക് നേരെ താഴത്തേക്ക് പോവാം. നോക്കിയാടാ, 44 എന്താ? സൊമാറ്റിക് ക്രോമസോമാണ്, സ്വരൂപ ക്രോമസോമാണ്. അതുപോലെ അത് ആൺകുട്ടികളിലും ഉണ്ടാവും പെൺകുട്ടികളിലും ഉണ്ടാവും. ഒരെണ്ണം അച്ഛൻ്റെന്ന് ഒരെണ്ണം നമ്മുടേന്നും കിട്ടും. പക്ഷെ XX വന്നാൽ പെൺകുട്ടി, XY വന്നാൽ ആൺകുട്ടി. XX വന്നാൽ പെൺകുട്ടി, XY വന്നാൽ ആൺകുട്ടി. നമുക്കിതേ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കി നോക്കിയാലോ. ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫീമെയിലിൽ എങ്ങനെയാണ്? 44 + XX. ഇവിടെ ആകുമ്പോൾ 44 + XY. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഇതിൽ എത്ര എണ്ണം ഉള്ളത്? 46 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉള്ളത്? 46 എണ്ണം. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം എത്രയാണ് നോക്കി? സൊമാറ്റിക് ക്രോമസോം ഉള്ളത് ഇവിടെയും 44, ഇവിടെയും 44. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം എത്ര എണ്ണം ഉള്ള സെക്സ് ക്രോമസോം? 2 എണ്ണം ഉള്ളത്. ഏതൊക്കെയാണ്? ഫീമെയിൽ ആകുമ്പോൾ XX, മെയിൽ ആകുമ്പോൾ XY. ഫീമെയിൽ ആകുമ്പോൾ XX, മെയിൽ ആകുമ്പോൾ X ഉം Y. നേരെ താഴത്തേക്ക് പോവാം. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ? ജീൻ എന്താണെന്ന് പഠിക്കാൻ പോവുക. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. നമ്മുടെ DNA പ്രത്യേക ശ്രേണിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മുടെ ജീൻ എന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്കൊന്ന് നോക്കിയാണേ, അത് പഠിക്കുമ്പോൾ പോകുമ്പോൾ എക്സാമിന് മുമ്പ് നോക്കി പോയിക്കോളേ. ശരി, നേരെ നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോയി ഇനി DNA അതുപോലെ RNA കൊടുത്തിട്ടുണ്ട്. DNA RNA കൊടുത്തിട്ടുണ്ട്. ഈ RNAയുടെ ഒരു പ്രത്യേകത ഇപ്പം തന്നെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്താണ്. നോക്കിയാടാ, എത്ര ഇഴയുള്ളത് അല്ലെങ്കിൽ എത്ര റങ്സാണുള്ളത്? ഒറ്റ റങ്സേ ഉള്ളൂ. ഒരു വ്യത്യാസം കൂടി ഉണ്ട്, അത് നമുക്ക് ഇവിടെ താഴത്തായിട്ട് കാണാൻ പറ്റും. നമുക്ക് DNAയുടെ പ്രത്യേകതകൾ അറിയാം. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, നൈട്രജൻ ബേസുകൾ. പിന്നെ 2 ഇഴകളാണുള്ളത്, 2 സ്ട്രാൻഡ്സാണുള്ളത്. ഇവിടെ ആകുമ്പോൾ എത്ര എണ്ണം ഉള്ളത്? ഒറ്റ സ്ട്രാൻഡ്സേ ഉള്ളൂ, ഒരൊറ്റ ഇഴ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ്?
DNA ഫുൾ ഫോം നമുക്കറിയാം, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക, റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക, റൈബോ ന്യൂക്ലിക് ആസിഡ്. പിന്നെ നേരെ നമ്മൾ ഇതിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പോവുക. DNA RNA തമ്മിലുള്ള വ്യത്യാസം. നമ്പർ ഓഫ് സ്റ്റാൻഡ്സ് 2 എണ്ണമുള്ള, ഇവിടെ ഒരെണ്ണമുള്ള. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ, ഇവിടെ ഡിയോക്സി റൈബോ ഷുഗർ. ഇവിടെ ആകുമ്പോഴോ റൈബോസ് ഷുഗർ മോളിക്യൂൾ, റൈബോസ് ഷുഗർ. ഇവിടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. നമ്മൾ പഠിച്ചത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ ആവുമ്പോഴോ RNA തൈമിൻ മാറും, യുറാസിൽ വന്നു. തൈമിൻ മാറി, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഞാൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞു തരാം, അതിനുശേഷം നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിനെ 2ആയി തിരിക്കേണ്ടത് ഏതൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അപ്പോൾ ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ പറയാം. അതിനായിട്ട് mRNA എടുത്തു ഞാൻ. mRNAയുടെ ഫുൾ ഫോം പറയുക, മെസ്സഞ്ചർ RNA. അപ്പോൾ മെസ്സേജ് കൊടുക്കുന്ന ആളാണ് ആര്? ഈ പറഞ്ഞ മെസ്സഞ്ചർ RNA, mRNA. എന്തിനുള്ള മെസ്സേജാണ് കൊടുക്കേണ്ടത്? നമുക്ക് എന്താ ആവശ്യം? പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ ഉണ്ടാക്കണം. അപ്പോൾ എന്തിനുള്ള മെസ്സേജ് ആയിരിക്കും mRNA കൊടുക്കുക? പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള മെസ്സേജ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, ആരാ പ്രോട്ടീൻ നിർമ്മിക്കുന്ന ആൾ? റൈബോസോമാണ്. അപ്പോൾ എവിടേക്ക് മെസ്സേജ് കൊടുക്കും? പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള സന്ദേശം ആർക്ക് കൊടുക്കും? റൈബോസോമിന് കൊടുക്കും. അത്രയേ ഉള്ളൂ mRNA, അത്രയേ ഉള്ളൂ ട്രാൻസ്ക്രിപ്ഷനും. നേരെ നമുക്ക് ട്രാൻസ്ലേഷൻ്റെ ഭാഗത്തേക്ക് പോകാം. ട്രാൻസ്ലേഷന് tRNA ഉണ്ട്, rRNA ഉണ്ട്. ആരൊക്കെയാ? tRNA, rRNA. ഞാൻ മെസ്സഞ്ചർ RNA പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും പറയാൻ പോണേ. tRNA, ട്രാൻസ്ഫർ RNA. tRNA എന്താ? ട്രാൻസ്ഫർ RNA. എന്താ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക? മനസ്സിലാക്കുക, ആരൊക്കെ കൂടി ചേർന്നാലും ഈ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവുക? അമിനോ ആസിഡുകൾ കൂടി ചേർന്നാലാണ് പ്രോട്ടീൻ ഉണ്ടാവുക. അപ്പോൾ ഈ അമിനോ ആസിഡുകളെ എവിടേക്ക് എത്തിക്കണം? RNA എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് എവിടെ വെച്ചുണ്ടാവുക? റൈബോസോം. അപ്പോൾ ഈ അമിനോ ആസിഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പോവുക. അപ്പോൾ എന്ത് ചെയ്യാൻ പോവുക? ഈ പറഞ്ഞ അമിനോ ആസിഡുകളെ RNA എടുത്തിട്ട് എവിടേക്ക്? റൈബോസോമിൽ എത്തിക്കും. ആരെത്തിക്കാൻ പോണേ? ഈ പറഞ്ഞ tRNA, ട്രാൻസ്ഫർ RNA. അതുപോലെ പിന്നെ ഞാനൊരു പേര് പറഞ്ഞു, rRNA. അയാൾ ഈ പറഞ്ഞ RNAകൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കാൻ പോവുക. അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ആക്കുന്ന ആളാണ് ആര്? rRNA. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഭയങ്കര എളുപ്പമാണ്. ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് mRNA പഠിച്ച് വയ്ക്കുക. ട്രാൻസ്ലേഷൻ്റെ ഭാഗത്ത് tRNAയും rRNAയും പഠിച്ച് വയ്ക്കുക. tRNAയും rRNAയും പഠിച്ച് വയ്ക്കുക. നോക്കിയാണ് നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഹെറിഡിറ്റി, ഞാനതിൻ്റെ കൃത്യം മലയാളം, പാരമ്പര്യം. നമ്മുടെ അച്ഛൻ്റെയും നമ്മുടെയും നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെയാണ് പാരമ്പര്യം എന്ന് വിളിക്കുക. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക. അച്ഛൻ്റെയും നമ്മുടെയും നിന്നൊക്കെ നമ്മുടെ ഓഫ് സ്പ്രിങ്ങൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് കിട്ടുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് വിളിക്കുക. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിട്ടുന്ന കാര്യങ്ങളെയാണ് വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ന് വിളിക്കുക. നേരെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പോൾ അത് ഞാൻ കാര്യം പറഞ്ഞുതരാം. അങ്ങേര് പൈസം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ P+. നോക്കിയാൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. P+, പൈസം സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ശരി, നമുക്ക് ആ പേരും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ആളെ എന്തായിട്ടാണ് കണക്കാക്കണേ? ഹീ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഞാൻ മാർക്ക് ചെയ്തു. അദ്ദേഹത്തെ എന്തായിട്ടാണ്? ഈ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാര? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാര? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഓക്കെ. അപ്പോൾ ആൾ പ്ലാൻസിൽ പൈസം സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള പ്ലാൻസിൽ എന്ത് നടത്തുക? പരീക്ഷണങ്ങൾ നടത്തുക. ഞാനൊന്ന് പരീക്ഷണങ്ങളെ പറ്റിയൊരു നിങ്ങൾക്കൊരു ധാരണ തരാം. ഹൈറ്റ് കൂടിയ ചെടിയും ഹൈറ്റ് കുറഞ്ഞ ചെടി, ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും കൂടെ ആളെന്ത് ചെയ്യാൻ പോവുക? വർഗ്ഗസങ്കരണം നടത്താൻ പോകുക. അങ്ങനെ വർഗ്ഗസങ്കരണം നടത്തിയപ്പോൾ നമ്മുടെ ഒരു മനസ്സിലുണ്ടാവും എന്താ? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ചേർന്നാൽ അതിൻ്റെ ഒരു ഇടയിൽ വരണം. പക്ഷേ ഉണ്ടാവാൻ പോണ ചെടി ഉയരം കൂടിയതാണ്. അപ്പോൾ ആൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അതിങ്ങനെ വന്നേ? സാധാരണ എന്താ വരണ്ടേ? അതിൻ്റെ ഇടയിലുള്ളതാണ് വരണ്ടേ. അപ്പോൾ ആൾ പിന്നെ ഈ പറഞ്ഞ ഉയരം കൂടിയ ചെടികൾ ഏതാ? ആദ്യം ഒന്നാം തലമുറ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായ ചെടികളെല്ലാം കൂടെ അയാൾ വീണ്ടും എന്ത് ചെയ്യാൻ പോവുക?
വർഗ്ഗസംകരണം നടത്താൻ പോവുക. വീണ്ടും വർഗ്ഗസംകരണം നടത്താൻ പോവുക. അങ്ങനെ വർഗ്ഗസംകരണം നടത്തി നോക്കിയപ്പോൾ ഒരു 4 ചെടികൾ എടുത്തു എന്ന് വിചാരിക്കും. 4 ചെടികൾ, അതിൽ 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞത്. അപ്പോൾ എന്തുണ്ടായിട്ടില്ല? അതിൻ്റെ ഇടയിൽ ഒരു ചെടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇടയിലൊരു ചെടി ഉണ്ടായിട്ടില്ല. 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞത്. നമുക്ക് നേരെ താഴത്തേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നോക്കിയാടാ, 1 ടോളും 1 ഡോഫും എടുത്തു. നേരെ ഉണ്ടാകാൻ പോണ ടോളാ. അതിനെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് വിളിച്ചു, F1 എന്ന് വിളിച്ചു. പിന്നീട് നോക്കി, അതിനെ തന്നെ വീണ്ടും എന്ത് ചെയ്യാൻ പോവുക? അതിനെ തന്നെ വീണ്ടും ഹൈബ്രിഡൈസേഷൻ നടത്താൻ പോവുക. അപ്പോൾ ഉണ്ടായ ചെടികൾ 1064 ആൾ പരീക്ഷണം നടത്തി. അതിൽ 787 ടാളായിരുന്നു, 787 ഉയരം കൂടിയതായിരുന്നു, 277 ഡ്വാർഫ, 277 ഉയരം കുറഞ്ഞതാണ്. അപ്പോൾ ആളതിന് കുറച്ച് കൺക്ലൂഷനൊക്കെ ഉണ്ടാക്കുക. നമുക്ക് ആദ്യം കൺക്ലൂഷനിലേക്ക് പോവാം. ഇതിന് മുന്നേ കൺക്ലൂഷൻ പറഞ്ഞിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. ആളുടെ കൺക്ലൂഷൻ നമുക്ക് മെൻ്റൽസ് പോസ്റ്റിലേക്ക്. ആൾ എന്തൊക്കെയാണ് പറയണത്? എ ട്രൈറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്ന്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ആലോചിക്കുക, സ്വഭാവം എന്താ? ഉയരം കൂടിയതെന്ന സ്വഭാവവും ഉയരം കുറഞ്ഞതെന്ന സ്വഭാവവും. പിന്നെ രണ്ടാം നോക്കിയടാ, ദ ട്രൈറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഈസ് കോൾഡ് ഡൊമിനൻ്റ് ട്രൈറ്റ്. അതായത് ഒന്നാം തലമുറയിൽ പ്രകടമായിട്ടുള്ള ഗുണത്തെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഡൊമിനൻ്റ് ട്രൈറ്റ്, പ്രകട ഗുണം എന്ന് വിളിച്ചു. അതുപോലെ ദ ഹിഡൻ ട്രൈറ്റ് ഈസ് കോൾഡ് റെസസീവ് ട്രൈറ്റ്. അപ്പോൾ അവിടെ മറഞ്ഞിരിക്കുന്ന ഗുണത്തെ എന്ത് പേര് വിളിച്ചു? ഗുപ്ത ഗുണം. മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്ത ഗുണം, റെസസീവ് ട്രൈറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് അത് മാത്രം നോക്കി പോവാം. പിന്നെ ദ ട്രൈറ്റ് ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ റീഅപ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. ഈ പറഞ്ഞ ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ഗുണം രണ്ടാം തലമുറയിൽ എന്തായി? പ്രകടമായി. അടുത്ത് നോക്കി, വെൻ ഗമേറ്റ്സ് ആർ ഫോംഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ട്രൈറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ് വിത്തൗട്ട് മിക്സിങ്. ആ പറഞ്ഞ 2 സ്വഭാവങ്ങളും, ഉയരം കൂടിയിരുന്ന സ്വഭാവവും ഉയരം കുറഞ്ഞ സ്വഭാവവും, രണ്ടും 2 തന്നെ നിന്നു. എന്തായിട്ടില്ല? അത് രണ്ടും മിക്സ് ആയിട്ടില്ല. മിക്സ് ആവാതെ തന്നെ അതെന്തായി? സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിന്നു. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും അതിൻ്റെ ഇടയിൽ ഒരു ചെടി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉയരം കൂടിയതോ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞോ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു ചെടി ഉണ്ടായിട്ടില്ല. നോക്കിയടാ, ദ റേഷ്യോ ഓഫ് ഡോമിനേറ്റ് ടു റെസസീവ് ട്രൈറ്റ് ഇൻ ദ ഓഫ് സ്പ്രിങ് ഓഫ് ദ സെക്കൻഡ് ജനറേഷൻ ഈസ്. രണ്ടാം തലമുറയിലുണ്ടായ ഈ പറഞ്ഞ ചെടികളുടെ ഡൊമിനൻറ്റും റെസസീവ് ട്രൈറ്റും തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ പ്രകട ഗുണവും മറഞ്ഞിരിക്കുന്ന ഗുണവും തമ്മിലുള്ള റേഷ്യോ 3:1 3:1. നോക്കി, നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ പറയാതെ പോയ ഭാഗത്തേക്ക് തിരിച്ചു വരാം. നമുക്കിതിൽ ആവശ്യമുള്ളത് അവർ തന്നെ റെഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാത്രം നോക്കാം. ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് കോൾഡ് അലീൽസ്. ഒരു വ്യത്യസ്ത തരം ജീനുകളെ നമ്മൾ എന്ത് പേര് വിളിക്കും? അലീൽ എന്ന് വിളിക്കും. പിന്നെ അതുപോലെ എ ജീൻ യൂഷ്വലി ഹാസ് 2 അലീൽസ്. ഒരു ജീനിന് എന്തായാലും 2 അലീലുകൾ ഉണ്ടാവും. അതുപോലെ ദ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഓഫ് എൻ ഓർഗാനിസം ആർ കോൾഡ് ഫീനോടൈപ്പ്. നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ക്യാരക്ടറുകളെ അല്ലെങ്കിൽ സ്വഭാവങ്ങളെ നമ്മൾ ഫീനോടൈപ്പ് എന്നും, ആൻഡ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കോൾഡ് ജീനോടൈപ്പ്. അതുപോലെ ജനിതക സ്വഭാവം, ഇതിന് കാരണമായിട്ടുള്ള ജനിതക സ്വഭാവത്തെ നമ്മൾ എന്ത് പേര് വിളിക്കും? ജീനോടൈപ്പ് എന്നും വിളിക്കും. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ നോക്കിയടാ, 2 അലീലുകളുണ്ട്, ടിയും ക്യാപിറ്റൽ ഡിയും. പിന്നെ ഇവിടെ നോക്കിയാൽ സ്മോൾ ടി. അതിൽ ഒരെണ്ണം വരുന്നു, ഇതിന്നും ഒരു സ്മോൾ ടി വരുന്നു. ഉണ്ടായ ചെടി നോക്കിയേ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. നോക്കിയടാ, ടോളായിട്ടുള്ള ചെടിയാണ് ഉണ്ടായത്. എങ്ങനെയുള്ള ചെടിയാണ് ഉണ്ടായത്? ടോളായിട്ടുള്ള ഉയരം കൂടിയ ചെടിയാണ് ഉണ്ടായത്. നോക്കിയേ, ഇനി ആ പറഞ്ഞ ആൾക്കാരെ വീണ്ടും എന്ത് ചെയ്യാൻ പോവുക? സെൽഫ് പോളിനേഷൻ നടത്താൻ പോവുക. അപ്പോൾ ഇവിടെയും ക്യാപിറ്റൽ ടി, ഇവിടെയും സ്മോൾ ടി. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഇതുമാണ് കൂടി ചേർന്ന് ക്യാപിറ്റൽ ടി. ഇവിടെ നോക്കിയടാ, ഇതും ഏതാ? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതെന്തായിരിക്കും? അപ്പോൾ ഇതെന്ത് തന്നെയായിരിക്കും? ടോള് തന്നെയായിരിക്കും. ഇതെന്ത് തന്നെയായിരിക്കും? ടോള്. ക്യാപിറ്റൽ ടി ഉണ്ടോ അത് ടോളായിരിക്കും. ഇല്ലെങ്കിൽ മാത്രമേ അത് ഓഫ് ആയിരിക്കുള്ളൂ. ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ മതി, ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ടായാൽ മതി. നോക്കി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതെന്തായിരിക്കും? അപ്പോൾ ടോളായിരിക്കും. ഇതെന്തായിരിക്കും? അപ്പോൾ ടോളായിരിക്കും. ഇത് നോക്കി, സ്മോൾ ടി. ഇതെന്തായിരിക്കും? ഡോഫ് ആയിരിക്കും. എന്താ കാരണം? 2 സ്മോൾ ടി, അതിലെന്തില്ല? ക്യാപിറ്റൽ ടി ഇല്ല. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. മെൻ്റലിൻ്റെ പോസ്റ്റിലേറ്റൊക്കെ പറഞ്ഞു. നമുക്ക് ഈ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയല്ലോ. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ ആർ ഉണ്ട്. ഇനി ഇവിടെ ക്യാപിറ്റൽ ഇതെടുത്തു,
നോക്കിയടാ. ഇനി ചെയ്യാൻ പോണ കാര്യം നോക്കിയടാ. ഇവിടെ ഒരു ക്യാപിറ്റൽ ടി, നോക്കിയടാ. ഇവിടെ ഒരു ക്യാപിറ്റൽ ടി, ഇവിടെ ഒരു സ്മോൾ ടി. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ, ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ. അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇവിടെ ഒരു ക്യാപിറ്റൽ ടി, ഇവിടെ ഒരു സ്മോൾ ടി. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ, ഇവിടെ ഒരു സ്മോൾ ആർ. ഇവിടെ നോക്കിയാടാ, ഇവിടെ ഒരു ക്യാപിറ്റൽ ടി, ഇവിടെ ഒരു ക്യാപിറ്റൽ ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോളം ഇതും എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ, ഇവിടെ ഒരു സ്മോൾ ആർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലേ. ഇനി ഈ ബോക്സും ഇത് നോക്കി, ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ആർ, ഇവിടെ സ്മോൾ ആർ. രണ്ട് സ്മോൾ ആർ ആണെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? ആ വിത്ത് എങ്ങനെയുള്ളതായിരിക്കും? ചുളുങ്ങിയ വിത്തായിരിക്കും. ഒരു ക്യാപിറ്റൽ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഉരുണ്ട വിത്തായിരിക്കും. ഒരു ക്യാപിറ്റൽ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഉരുണ്ട വിത്തായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇനിയുള്ളത് ഞാൻ ജസ്റ്റ് ബോക്സ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇത് പോകണം, ഇവിടേക്ക് പോകണം, ഇത് നേരെ പോകണം, ഇവിടേക്ക് പോകണം, ഇത് നേരെ പോകണം, ഇവിടേക്ക് പോകണം, ഇത് നേരെ പോകണം, ഇവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം. അങ്ങനെയായിരിക്കും ബോക്സ് തരാം. നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മെൻ്റലിൻ്റെ പോസ്റ്റിലേറ്റ് ഒന്നും കൂടെ പറയേണ്ടവർ, വെൻ 2 or more different traits are combined, each trait is inherited independently to the next generation without mixing each other. ഈ പറഞ്ഞ ഓരോ സ്വഭാവം പരസ്പരം കൂടിക്കലരാതെ തന്നെ അടുത്ത തലമുറയിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഓരോ സ്വഭാവം പരസ്പരം കൂടിക്കലരാതെ തൊട്ടടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യുന്നു. നോക്കിയാടാ, ഒരു പെയർ ഓഫ് അലീൽസ് ഇൻ ആൻ ഓർഗാനിസം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെപ്പറേഷൻ ഓഫ് അനദർ പെയർ ഓഫ് അലീൽസ്. എന്ത് ചെയ്യണില്ല? ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അതിനെ സെപ്പറേഷനെ എന്ത് ചെയ്യണില്ല? ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി പറയാൻ പോണത് മെൻ്റൽ പറഞ്ഞ കാര്യങ്ങളിലും വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നീട് ഉണ്ടായിട്ടുണ്ട്. മെൻ്റൽ പറഞ്ഞു ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. അപ്പോൾ 3 കഴിഞ്ഞാൽ മെൻ്റൽ പറഞ്ഞ് നോൺ മെൻ്റലിനായി, മെൻ്റലിൻ്റെ അല്ലാത്ത ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താ, മെൻ്റൽ പറഞ്ഞു 2 അലീലുകൾ പരസ്പരം വിത്തൗട്ട് മിക്സ് ആവാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കി നമ്മൾ മിക്സായ ഒരു സിറ്റുവേഷൻ കാണാൻ പോവുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ചുവന്ന പൂവും വെള്ളപ്പൂവും ചേർന്ന് പിങ്ക് പൂവുണ്ടായി. ചുവന്ന 4 മണിപ്പൂവും വെള്ള 4 മണിപ്പൂവും കൂടി ചേർന്ന് പിങ്ക് പൂവുണ്ടായി. നോക്കിയാടാ, അത് തന്നെയല്ലേ ഇവിടെ. Ferret flowered 4 o'clock plant is hybridized with a white flowered plant. The resulting offspring will have pink flowers. അത് എന്താ ഉണ്ടാവട്ടെ, ഒന്നല്ലെങ്കിൽ റെഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ വൈറ്റ് ഉണ്ടാവണം. ഇവിടെ രണ്ടും ഉണ്ടായില്ല, പകരം പിങ്കാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടും കൂടി കലർന്നു. അപ്പോൾ അതിൻ്റെ കാരണം അതിൽ കൊടുത്തിട്ടുണ്ട്, ഡൊമിനൻ്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദ റെസസീവ് ട്രേറ്റ്. അതായത് മറിഞ്ഞിരിക്കുന്ന ഗുണത്തെ പൂർണ്ണമായിട്ട് മറയ്ക്കാൻ ആരെ കൊണ്ട് പറ്റിയില്ല? പ്രകട ഗുണത്തെ കൊണ്ട് പറ്റിയില്ല. അതിനൊരു പേര് വിളിക്കും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. പഠിച്ചു വെച്ചോളൂ, അത്ര ഇമ്പോർട്ടൻ്റാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാം ഈ പറഞ്ഞ ബോക്സ് മൊത്തം അത്ര ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വെച്ചോളൂ. പിന്നെ നോക്കിയടാ, ഈ പറഞ്ഞ കാറ്റിലും ഈ പശുക്കളിലും പിന്നെ അതുപോലെ ഹോഴ്സുകളിലും കുതിരകളിലും ഉണ്ടാവണ റോൺ കോട്ട് എന്തിന് എക്സാമ്പിളാണ്? ഈ പറഞ്ഞ നോൺ മെൻ്റൽ വെച്ചിട്ട് മെൻ്റൽ പറഞ്ഞത് എന്തായിരുന്നു? 2 അലീലുകൾ പരസ്പരം കൂടി ചേരില്ല. ഇവിടെ നമുക്ക് കാണുന്നത് എന്താ? ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രൈറ്റ് അറ്റ് ദ സെയിം ടൈം. 2 അലീലുകളും എന്താ ഒരേ സമയം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കി, ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ്. മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പ്. മനുഷ്യനിലെ ABO ഗ്രൂപ്പ് എത്ര രക്തഗ്രൂപ്പ് നമുക്ക്? A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ്, A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ്. എത്ര എണ്ണമായി? ഇപ്പോൾ 3 എണ്ണമായി. അപ്പോൾ അലീലുകൾ എത്ര എണ്ണമായി? 3 എണ്ണമായി. നോക്കിയേ, ദ ജീൻ ദാറ്റ് ഡിറ്റർമിൻസ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഹാസ് മോർ ദാൻ 2 അലീൽസ്. 2ൽ കൂടുതൽ അലീലുകളായി. ഏതൊക്കെയാ? IA, IB, I. ഏതൊക്കെയാ? IA, IB, I. ഏതൊക്കെയാ? IA, IB, I. നേരെ അതിന് ഒരു പേരും വിളിച്ചു മൾട്ടിപ്പിൾ അലീൽസ്.
പിന്നെ അതുപോലെ ഡിഫറൻസ് ഇൻ സ്കിൻ കളർ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സ്കിന്നിൻ്റെ കളറ് എന്തിന് എക്സാമ്പിളാണ്? ഈ പറഞ്ഞ നോൺ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. അതിൻ്റെ കാരണം പറയാൻ നോക്കി, മോർ ദാൻ വൺ ജീൻ കൺട്രോൾസ് ദ കളർ ഓഫ് ദ സ്കിൻ. ഒന്നിൽ കൂടുതൽ ജീനുകളാണ് നമ്മുടെ സ്കിന്നിലെ കളറിനെ തീരുമാനിക്കുന്നത്. ദ ആക്ഷൻ ഓഫ് ദീസ് ജീൻസ് കോസ് വേരിയേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ദാറ്റ് കോസസ് ഡിഫറൻസ് ഇൻ സ്കിൻ കളർ. അപ്പോൾ എന്താണ് സ്കിന്നിൻ്റെ കളറിനെ തീരുമാനിക്കണേ? മെലാനിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ പറഞ്ഞ സ്കിന്നിൻ്റെ കളറിനെ തീരുമാനിക്കുന്നത്. അതിനൊരു പേരും വിളിച്ചു, പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഇനി നമ്മൾ പഠിക്കാൻ പോണ കാര്യം എന്താ? ഈ പറഞ്ഞ ജനറ്റിക് പ്രോസസ്സ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻ. വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. അതിൽ ആദ്യത്തെ ഘടകം നോക്കിയേ, ക്രോസിങ് ഓവർ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ മാർക്ക് ചെയ്ത് വെക്കണം. നോക്കി, മിയോസിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്. എന്താ? ഗമേറ്റുകളുടെ നിർമ്മാണത്തിന് കാരണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഊനഭംഗത്തിൻ്റെ ആരംഭം. നോക്കിയടാ, ഈ ചിത്രം നോക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ പറഞ്ഞ 2 ക്രോമസോം സൊമാറ്റിക് ക്രോമസോമുകൾ അച്ഛൻ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്നു. രണ്ടും കൂടെ കൂടിച്ചേരാൻ പോവുക. കൂടിച്ചേർന്ന ഭാഗത്തെ കയാസ്മ എന്ന് വിളിക്കും. അങ്ങനെ കൂടിച്ചേർന്നിട്ട് ഒരു ഭാഗം മറ്റൊരു ഭാഗവുമായിട്ട് കൂടിച്ചേർന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് അപ്പുറത്തേക്ക് മുറിഞ്ഞ ഭാഗവുമായിട്ട് ഈ പറഞ്ഞ ക്രോമസോമുമായിട്ട് കൂടിച്ചേർന്ന് പുതിയൊരു ക്രോമസോം. അപ്പം എന്താ? രണ്ടും പരസ്പരം കൈമാറിയത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുമ്പോൾ? വേരിയേഷൻ ഉണ്ടാവുമ്പോൾ. ഞാൻ ഈ ചിത്രം നോക്കിയാൽ പറഞ്ഞു തന്നെ, ഇതേപോലെ നിങ്ങൾ ആ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു മീനിങ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വായിച്ചെടുക്കാനായിട്ട് പറ്റും. നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത് നോക്കിയാൽ മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. എന്താ ഈ പറഞ്ഞ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നോ അല്ലെങ്കിൽ ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഈ പറഞ്ഞ മ്യൂട്ടേഷൻ. ഇവിടെ വ്യത്യാസം അവർ തന്നിട്ടുണ്ട്. നോക്കിയേ, അഡിനിൻ ഇവിടെ തൈമിനും അഡിനിനാ, ഇവിടെ ആകുമ്പോഴോ അഡിനിനും തൈമിനും. ഇതാണ് ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. എന്തായി? അഡിനിൻ മുകളിൽ തൈമിനും അഡിനും ആയിരുന്നെങ്കിൽ ഇപ്പുറത്ത് താഴത്തേക്ക് വന്നപ്പോൾ അഡിനിൻ മുകളിലേക്ക് വന്നു, തൈമിൻ താഴത്തേക്ക് വന്നു. അവിടെ എന്തുണ്ടായി? മ്യൂട്ടേഷൻ ഉണ്ടായി. ആ ചിത്രം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്തിന് എക്സാമ്പിളാണ്? മ്യൂട്ടേഷൻ എക്സാമ്പിളാണ്. നേരെ നമ്മൾ മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ എറേഴ്സ് ഡ്യൂറിങ് DNA ഡെപ്ലിക്കേഷൻ. DNA റെട്ടിക്കലുണ്ടായ തകരാറുകൾ, പിന്നെ അതുപോലെ എക്സ്പോഷർ ടു സെർട്ടൻ കെമിക്കൽസ്, ചില രാസവസ്തുക്കൾ, റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണങ്ങൾ എക്സെട്ര. ഇതൊക്കെയാണ് എന്തിന് കാരണമാണ്? മ്യൂട്ടേഷന് കാരണമാണ്. അപ്പോൾ ഇതോടുകൂടി ഏകദേശം നമ്മുടെ ഈ പാഠം കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഈ പാഠവുമായിട്ടുള്ള ഇനി പുതിയൊരു വീഡിയോ, അതായത് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മാത്രം നോട്ട് എടുത്തുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനു മുന്നേ നമ്മളെല്ലാ വിഷയം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ എല്ലാ വിഷയങ്ങളും ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.